Dear friends, I am Abraham Cherian. Welcome to my channel. Please subscribe my channel and click on the bell icon above. Today's subject is spoken English. This is in continuation of my previous classes in spoken English. ഇന്നത്തെ ക്ലാസ് പ്രധാനമായും ബിഗിനേഴ്സിന് വേണ്ടിയുള്ളതാണ്. സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്ന പ്രൈമറി ക്ലാസ്സുകളിലും അപ്പർ പ്രൈമറി ക്ലാസ്സുകളിലും ഉള്ള കുട്ടികളെ ഉദ്ദേശിച്ചാണ് ഈ ക്ലാസ്. അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും ഇത് ഫോളോ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. അതിനു മുമ്പായി 2-3 കാര്യങ്ങൾ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, സ്പോക്കൺ ഇംഗ്ലീഷ് പ്രാക്ടീസ് കൊണ്ട് മാത്രമേ പഠിക്കാൻ കഴിയത്തുള്ളൂ. സ്പോക്കൺ ഇംഗ്ലീഷ് ക്യാൻ ബി ലേൺഡ് ഓൺലി ബൈ പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ് അലോൺ. രണ്ടാമതായി, നമ്മുടെ ഭയം മാറണം. സംസാരിക്കുവാനുള്ള അറപ്പ് അല്ലെങ്കിൽ ആ ഭയം മാറ്റിവെക്കണം. എങ്കിൽ മാത്രമേ വ്യക്തമായി സംസാരിക്കാൻ കഴിയുള്ളൂ. മൂന്നാമതായി, ഡോണ്ട് ബോദർ അബൌട്ട് ഗ്രാമർ. ഇംഗ്ലീഷ് സംസാരിക്കുന്നതിന് ഗ്രാമർ നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല. ഗ്രാമർ ശരിയായിക്കൊള്ളും. അടുത്തതായി പറയാനുള്ളത്, എവറി ലാംഗ്വേജ് ഹാസ് ഗോട്ട്സ് ഇറ്റ്സ് ഓൺ സ്റ്റൈൽ. ഓരോ ലാംഗ്വേജിനും, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ഒരു പ്രത്യേക സ്റ്റൈലുണ്ട്. അത് സംസാരിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. ആ രീതി ഫോളോ ചെയ്യേണ്ടതാണ്. നോർത്ത് ഇന്ത്യക്കാർ സംസാരിക്കുന്ന പോലല്ല സൗത്ത് ഇന്ത്യക്കാർ സംസാരിക്കുന്നത്. തമിഴ്നാടുകാർ സംസാരിക്കുന്ന പോലെയല്ല മലയാളികൾ സംസാരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ മാതൃഭാഷയുടെ സ്വാധീനമുണ്ട്. അതുപേക്ഷിച്ച് പ്രോപ്പർ ഇംഗ്ലീഷ് അതിൻ്റേതായ ശൈലിയിൽ പറയാൻ പഠിക്കേണ്ടതാണ്. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. കൊച്ചു സെൻറ്റൻസുകളായി നമുക്ക് ആരംഭിക്കാം. ആദ്യമായി, ദിസ് ഈസ് എ പെൻ. ഇതൊരു പേനയാകുന്നു. ഇതൊരു പെൻ ആകുന്നു. ദിസ് ഈസ് എ പെൻസിൽ. ഇതൊരു പെൻസിലാകുന്നു. ദിസ് ഈസ് എ ബുക്ക്. ഇതൊരു ബുക്ക് ആകുന്നു. ദിസ് ഈസ് എ ടേബിൾ. ഇതൊരു മേശയാകുന്നു. ദിസ് ഈസ് എ കാർ. ഇതൊരു കാറാകുന്നു. ദിസ് ഈസ് എ മൊബൈൽ ഫോൺ. ഇതൊരു മൊബൈൽ ഫോൺ ആകുന്നു. ദിസ് ഈസ് എ വിൻഡോ. ഇതൊരു ജനൽ ആകുന്നു. ദിസ് ഈസ് എ ഹൗസ്. ഇതൊരു വീടാകുന്നു. ദിസ് ഈസ് എ ബിൽഡിംഗ്. ഇതൊരു കെട്ടിടം ആകുന്നു. ദിസ് ഈസ് എ മൗണ്ടൻ. ഇതൊരു പർവ്വതം ആകുന്നു. അങ്ങനെ ഓരോ സെൻറ്റൻസുകളായി കൊച്ചു സെൻറ്റൻസുകളായി പഠിക്കാം. അടുത്തതായിട്ട്, ഓരോ സാധനങ്ങളുടെ വിശേഷണങ്ങളാണ്. ദിസ് പെൻസിൽ ഈസ് ഗുഡ്. ദിസ് പെൻ ഈസ് ഗുഡ്. ദിസ് പെൻ ഈസ് ലോങ്. ദിസ് പെൻ ഈസ് ബാഡ്. ദിസ് പെൻ ഈസ് ബ്ലാക്ക്. ദിസ് പെൻസിൽ ഈസ് ഷോർട്ട്. ദിസ് പെൻസിൽ ഈസ് ലോങ്. ദിസ് ടേബിൾ ഈസ് ബിഗ്. ഈ ടേബിൾ വലുതാണ്. ദിസ് കാർ ഈസ് ഗുഡ്. ഈ കാർ നല്ലതാണ്. ദിസ് കാർ ഈസ് ന്യൂ. ഇത് പുതിയ കാറാണ്. ദിസ് കാർ ഈസ് ഓൾഡ്. ഇത് പഴയ കാറാണ്. ദിസ് കാർ ഈസ് ഗ്രീൻ ഇൻ കളർ. ഇത് പച്ച നിറത്തിലുള്ളതാണ്. അങ്ങനെ വിശേഷണങ്ങൾ പറയാം. പക്ഷെ കുറേ കൂടെ ഭംഗിയായി, കുറേ കൂടെ എളുപ്പത്തിൽ വിശേഷണം പറയുന്നത്, ദിസ് ഈസ് എ ഗുഡ് പെൻ. ദിസ് ഈസ് എ ബാഡ് പെൻ. ദിസ് ഈസ് എ ബ്ലാക്ക് പെൻ. ദിസ് ഈസ് എ ലോങ് പെൻസിൽ. ഇതൊരു നീളമുള്ള പെൻസിലാണ്. ദിസ് ഈസ് എ ഷോർട്ട് പെൻസിൽ. ഇതൊരു നീളം കുറഞ്ഞ പെൻസിലാണ്. ദിസ് ഈസ് എ ബിഗ് ചെയർ. ഇതൊരു വലിയ കസേരയാണ്. ദിസ് ഈസ് എ ബിഗ് ടേബിൾ. ജസ്റ്റ് ലൈക്ക് ദാറ്റ്, ദിസ് ഈസ് എ ന്യൂ കാർ. This is a red car. This is a good car. This is a big mountain. This is a big house. This is a beautiful
house. It's a good house. It's a good car. It's a good motorbike. It's a good bicycle. It's a short bicycle. Just like that. ഇതുപോലെ പല പല ഒബ്ജക്റ്റുകളും നമുക്ക് പറയാം. അതുപോലെ കുറഞ്ഞ പക്ഷം 50 ഒബ്ജക്റ്റുകളിലും 50 വസ്തുക്കളെക്കുറിച്ചേലും എഴുതി പഠിക്കുക. തുടർന്ന് അതിൻ്റെ വിശേഷണങ്ങൾ കൂട്ടിപ്പറയുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയും മതി. തുടർന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇംഗ്ലീഷ് എങ്ങനെ ഭംഗിയായി സംസാരിക്കുന്നു എന്ന് പഠിക്കാം. താങ്ക് യു. ഗുഡ് ബൈ.